ഗുഡ് മോർണിംഗ്. നിങ്ങൾ നേരത്തെ പ്രാർത്ഥന ചൊല്ലിയപ്പോഴേ ഞാനത് കേട്ടിട്ട് ഭയങ്കര സന്തോഷം. ആ പ്രാർത്ഥനയുടെ അർത്ഥം അറിഞ്ഞിട്ടാണോ പ്രാർത്ഥന ചൊല്ലിയത് എന്ന് ഞാൻ ചോദിക്കുന്നില്ല. പ്രാർത്ഥനയുടെ അർത്ഥം ഞാൻ പറയട്ടെ. തിരുനാമ കീർത്തനം ചൊല്ലുവാനല്ലെങ്കിൽ നാവെനിക്കെന്തിനു നാഥ എന്നാണ് അല്ലേ? തിരുനാമ കീർത്തനം നമ്മൾ ഏത് ധർമ്മത്തിൽ വിശ്വസിക്കുന്നു ആ ധർമ്മത്തിലുള്ള ഈശ്വരനെ മനസ്സുകൊണ്ട് ധ്യാനിക്കുന്നതിനെയാണ് തിരുനാമ കീർത്തനം എന്ന് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ എല്ലാവരും കേൾക്കാൻ ഉറക്കെ പാടണം എന്നൊന്നും നിർബന്ധമില്ല അല്ലേ? പക്ഷെ നാവ് നമുക്ക് തന്നിരിക്കുന്നത് തിരുനാമം ചൊല്ലാനാണെന്നാണ്. തിരുനാമം എന്നുവെച്ചാൽ ശ്രേഷ്ഠമായ വാക്കുകൾ എന്നാണ്. ശ്രേഷ്ഠമായ വാക്കുകൾ. അപ്പം നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ശ്രേഷ്ഠമായ വാക്കുകൾ മാത്രമാണോ ഉച്ചരിക്കാറ്? ആണോ? അല്ല, ദേഷ്യം വന്നാൽ പിന്നെ ശ്രേഷ്ഠ വാക്കുകളൊന്നുമില്ല. വായിൽ എന്ത് വരുന്നോ അതാണ് ശ്രേഷ്ഠ വാക്ക്, അങ്ങനെയല്ലേ? പക്ഷെ നമുക്ക് നിങ്ങളെല്ലാവരും ജോലിക്കാണല്ലോ വരുന്നത്. ഇവിടെ ജോലിക്കാണ് വരുന്നത്. എന്തിനാ ജോലിക്ക് വരുന്നത്? ഉപജീവനത്തിന് വേണ്ടി. നമുക്ക് നമ്മുടെ നിത്യവൃത്തികൾക്ക് ധനം അത്യാവശ്യമാണ്. അപ്പോൾ ഈ ധനം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ജോലിക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ആദ്യമായിട്ട് വരുമ്പോൾ നമുക്ക് ഭയങ്കര ഉത്സാഹമൊക്കെ ആയിരിക്കും അല്ലേ? ഫസ്റ്റ് വരുന്ന സമയത്തുള്ള ഉത്സാഹം. സിസ്റ്റർ ഇത്രയൊക്കെ പറയുന്നതിന് മുന്നേ പറയട്ടെ, ബ്രഹ്മകുമാരീസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇവിടെ ആരെങ്കിലും? ഒരാൾ പോലും കേട്ടിട്ടില്ല അല്ലേ? നമ്മൾ ഈ വയനാട്ടിൽ വന്നിട്ട് ബ്രഹ്മകുമാരീസ് വന്നിട്ട് 26 വർഷമായി. ബ്രഹ്മകുമാരീസ് വയനാട്ടിൽ വന്നിട്ട്. ബ്രഹ്മകുമാരീസിൻ്റെ മുഴുവൻ പേര് പ്രജാപിത ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം എന്നാണ്. ഇത്രയും വലിയ പേര് പോലെ ലോകമെമ്പാടും പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ഒരു വിദ്യാലയമാണ്. വിദ്യാലയം അല്ലേ? കുട്ടികളെ ചേർക്കുമ്പോഴല്ലേ വിദ്യാലയത്തിൽ. നിങ്ങളൊക്കെ വിദ്യാലയത്തിൽ പോകാറുണ്ടോ? നമ്മുടെ ജീവിതം തന്നെ വിദ്യാലയമാണ്. അപ്പോൾ ജീവിതം എങ്ങനെ ശ്രേഷ്ഠമാക്കാം എന്ന് പഠിപ്പിക്കുന്ന വിദ്യാലയമാണിത്. അപ്പോൾ പ്രജാപിത ബ്രഹ്മകുമാരീസ് എന്ന് പറയുമ്പോൾ ഇവിടെ സ്ത്രീകൾക്ക് മാത്രമാണോ എന്ന് പലരും ചോദിക്കാറുണ്ട്. സ്ത്രീകൾക്ക് മാത്രമുള്ള സംഘടനയല്ല. ലോകമെമ്പാടും 147 രാജ്യങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതാണ് ഈ വിദ്യാലയം. ഇതിൻ്റെ ഹെഡ് ഓഫീസ് രാജസ്ഥാനിൽ മൗണ്ട് ആബു എന്ന് പറഞ്ഞ നമ്മുടെ അരാവലി പർവ്വതത്തിൻ്റെ ഏറ്റവും ഉയർന്ന സ്ഥലത്താണ് ഇതിൻ്റെ ഹെഡ് ഓഫീസ് ഉള്ളത്, ലോകത്തിൻ്റെ ഹെഡ് ഓഫീസ്. അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനം കാരണം എന്തുകൊണ്ടാണ് ബ്രഹ്മകുമാരീസ് എന്ന് പറഞ്ഞതെന്ന് പലരും ചിന്തിക്കാറുണ്ട്, ഞങ്ങളോട് ചോദിക്കാറുണ്ട്. ബ്രഹ്മകുമാരീസ് എന്ന് പറഞ്ഞാൽ ഒരു മാതൃശക്തിയാണ് ലോകത്തെ ഏറ്റവും വലിയ ശക്തി. അമ്മയില്ലെങ്കിൽ വീട് അലങ്കോലം എന്നല്ലേ പറയുക. സ്ത്രീ ശക്തി ഇല്ലെങ്കിൽ ലോകം ഭംഗിയില്ല എന്നല്ലേ പറയുക. അപ്പം അതുകൊണ്ട് സർവേശ്വരൻ സ്ത്രീകളാൽ നയിക്കപ്പെടുന്ന വിദ്യാലയമാണിത്. അപ്പം ഈ വിദ്യാലയത്തിൻ്റെ പാഠഭാഗങ്ങൾ പഠിപ്പിക്കാനല്ല ഞാൻ വന്നത് നിങ്ങളെ. കാരണം നിങ്ങൾക്ക് ഒരു ഉത്സാഹം വേണം. നമ്മൾ ജോലി ചെയ്യുന്ന ഒരു കമ്പനി ആയിക്കോട്ടെ, ഒരു സ്ഥാപനമായിക്കോട്ടെ, അവിടെ അത് വളരണമെങ്കിൽ നമ്മളെല്ലാവരും എപ്പോഴും ഉത്സുകരായിരിക്കണം അല്ലേ? എപ്പോഴും ഊർജിതരായിരിക്കണം. മുഖം വളരെ പ്ലസൻ്റ് ആയിരിക്കണം. വാടിക്കൊരഞ്ഞ് നമുക്ക് അസുഖം ഉണ്ടാകാം. ശാരീരികമായ അസുഖങ്ങളില്ലാത്തവരിന്ന് കൊച്ചു മക്കൾ, ജനിച്ചു വീണ കുട്ടികൾക്ക് പോലും ഇപ്പോൾ അസുഖമാണ് അല്ലേ? പക്ഷെ അങ്ങനെയല്ലാതെ ആ അസുഖങ്ങൾ ശരീരത്തിനുണ്ടെങ്കിലും മനസ്സസുഖം വരാതിരുന്നാൽ, മാനസിക ഉല്ലാസം ഉണ്ടെങ്കിൽ നമ്മളെല്ലാവരും എപ്പോഴും ഉത്സാഹഭരിതരായിരിക്കും അല്ലേ? ഓണം വരികയാണ്. ഓണം വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ഓണത്തിന് വേണ്ടി വയ്യെങ്കിലും ഓണത്തിന് വേണ്ടി പൂക്കളടും അല്ലേ? പുതിയ ഡ്രസ്സ് വാങ്ങും, സദ്യ ഒരുക്കും, എല്ലാവരും പല സ്ഥലത്ത് പോകും, അമ്പലത്തിൽ പോകും, പള്ളിയിൽ പോകും. അങ്ങനെ ഓണം ആഘോഷിക്കുക, എല്ലാവരും ആഘോഷിക്കുമല്ലോ. ഒരു വിഭാഗം ആളുകൾ മാത്രമല്ല, ലോകം മുഴുവൻ ആഘോഷിക്കുമെന്ന് പറയാം. കാരണം എവിടെ കേരളത്തിലെ മലയാളി ഉണ്ടോ അവിടെയൊക്കെ എന്തുണ്ടാവും? ഓണം ഉണ്ടാവും. അപ്പോൾ അതിൽ അസുഖമൊന്നും നമുക്കവിടെ പ്രധാനമല്ല. ആ സമയത്ത് ഉത്സാഹത്തോടെ നമ്മൾ ചെയ്യുക, 1 ദിവസത്തേക്കോ 2 ദിവസത്തേക്കോ. അതുപോലെ നിങ്ങൾ ഈ നിങ്ങളുടെ സ്ഥാപനത്തിൽ ഉത്സാഹഭരിതരായിട്ട് ചെയ്യാൻ സിസ്റ്റർ ഒരു കഥ പറയാം. ആദ്യം തന്നെ
അതായത് ഒരു സ്ഥലത്തൊരു നല്ല യുവാവ്, നല്ല തടിമിടുക്കുള്ള, നല്ല ഊർജ്ജസ്വലനായ, ശക്തിശാലിയായ ഒരു യുവാവ് ജോലി അന്വേഷിച്ചിറങ്ങാണ്. അപ്പോൾ ജോലി അന്വേഷിച്ചിറങ്ങി അദ്ദേഹം പല സ്ഥലങ്ങളിൽ പോയി അവസാനം ഒരു തടി മില്ലിലാണ് ജോലിക്ക് എത്തിപ്പെട്ടത്. ടിമ്പർ അവിടെ പോയി ജോലിക്ക് ചെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ജോലി തരാം, പക്ഷേ മില്ലിൽ ജോലിയില്ല, ഞങ്ങളുടെ കൂപ്പുണ്ട് മരത്തിൻ്റെ, അവിടെ മരം മുറിച്ചിടുന്ന ജോലി തന്നാൽ ചെയ്യുമോ എന്ന് ചോദിച്ചു. ഓ, എന്ത് ജോലി തന്നാലും ഞാൻ ചെയ്യാൻ തയ്യാറാണ് സാറെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു മഴ കയ്യിൽ കൊടുത്തു. മഴ കയ്യിൽ കൊടുത്തിട്ട്, നീ പോയി മരങ്ങൾ മുറിച്ചിട്ടാൽ മാത്രം മതി, അതാണ് വൈകുന്നേരം വരെ നിനക്ക് ചെയ്യാനുള്ള ജോലി, അത് ചെയ്തിട്ട് നീ വന്നാൽ മതി എന്ന് പറയും. അപ്പോൾ ആദ്യത്തെ ദിവസം അദ്ദേഹം പോയി സന്തോഷത്തോടെ ഉത്സാഹത്തോടെ, ജോലി കിട്ടിയല്ലോ, ആ ഉത്സാഹത്തോടെ പോയി 7 മരങ്ങൾ വൈകുന്നേരം ആകുമ്പോഴേക്കും മുറിച്ചിട്ടു. 7 മരങ്ങൾ മുറിച്ചിട്ടു. എത്ര മരങ്ങൾ? 7 മരങ്ങൾ മുറിച്ചിട്ടു. പിറ്റേ ദിവസം വന്നു, അതേ ഉത്സാഹത്തോടെ അദ്ദേഹം പോയി 6 മരങ്ങളെ മുറിച്ചുള്ളൂ. അപ്പോൾ വൈകുന്നേരമായപ്പോൾ മുതലാളി ഒന്നും പറഞ്ഞില്ല, 6 മുറിച്ചുണ്ടല്ലോ. ആദ്യത്തെ ദിവസം ഉത്സാഹമാണ്, അദ്ദേഹം 7 മുറിച്ചെന്ന് വിചാരിച്ചു. അങ്ങനെ മൂന്നാമത്തെ ദിവസമായപ്പോൾ 5 മരങ്ങളെ മുറിച്ചുള്ളൂ. 4ാമത്തെ ദിവസമായപ്പോൾ 4 മരങ്ങളെ മുറിക്കാൻ പറ്റിയിട്ടുള്ളൂ. ഇങ്ങനെ ഓരോ ദിവസം കഴിഞ്ഞ് 7ാമത്തെ ദിവസം, ആഴ്ചയുടെ ലാസ്റ്റ് ദിവസമായപ്പോൾ അദ്ദേഹം 1 മരം വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരം 5 മണിക്ക് മുതലാളി വരിക. അപ്പോൾ ചോദിക്കും, എന്താ പറ്റിയ നിനക്ക്, എന്താ നിനക്ക് ഉത്സാഹമില്ലാത്ത, സുഖമില്ലേ, അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുക, അല്ലെങ്കിൽ സന്തോഷമില്ലായ്മയുണ്ടോ? പറയും, അല്ല സാർ, ഞാൻ വളരെ ഉത്സാഹവാനാണ്, വളരെ സന്തോഷവാനാണ്, എൻ്റെ ഏറ്റവും ഉത്സാഹം എന്ന് ആദ്യത്തെ ദിവസം വന്നപ്പോൾ ഉണ്ടായിരുന്നു, അതേ ഉത്സാഹത്തോടെയാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. പക്ഷെ എനിക്ക് 1 മരം മുറിച്ച് എത്തിയില്ല. അതിൻ്റെ കാരണം എന്തായിരിക്കും? നിങ്ങൾക്കാർക്കെങ്കിലും പറയാൻ പറ്റുമോ? അതിൻ്റെ കാരണം എന്തായിരിക്കും? പറഞ്ഞോളൂ. നിങ്ങൾ നല്ല ഉത്സാഹവാന്മാരാണ്, എല്ലാവരും മുഖം വളരെ പ്രസന്നമായിട്ട് കാണുന്നുണ്ട്. എന്തായിരിക്കും കാരണം? എന്തായിരിക്കും കാരണം? പിന്നിലുള്ള ഭായിമാർ, രജീന്ദ്രൻ ഭായി പറയരുത്, പിന്നിലുള്ളവർ എന്തായിരിക്കും കാരണം? ആരും അന്വേഷിക്കാൻ വന്നില്ല, അതുകൊണ്ട്. ഓർ നമ്മളെ പിന്നിലുള്ള ഭായിമാർ, നിങ്ങൾക്ക് ചെറിയ പിള്ളേരല്ലേ, ഉത്തരം പറയേ. മഴുവിന് മൂർച്ചയില്ല. സത്യം, കറക്റ്റാണ്. അതായത് നമ്മൾ എന്ത് ചെയ്യണം? ദിവസവും വെട്ടിക്കഴിഞ്ഞാൽ വൈകുന്നേരം വന്നിട്ട് മൂർച്ച കൂട്ടണം, അല്ലേ? ഷാർപ്പൻ ചെയ്യാന്ന് പറയില്ലേ? ഇത് ഇരുമ്പ് കല്ലിൻ്റെ പൊടിയൊക്കെ, വെള്ളാരം കല്ലിൻ്റെ പൊടി ഇട്ടിട്ട് നല്ലോണം അരച്ചരച്ച് പിറ്റേ ദിവസത്തേക്ക് മൂർച്ച കൂട്ടണമായിരുന്നു. ആ മൂർച്ച കൂട്ടാത്തത് കൊണ്ടാണ് അതെന്തായത്, മുറിയാണ്ടായത്. പിന്നെ വെറും ഇരുമ്പ് കഷ്ണമായല്ലോ. അപ്പോൾ മരത്തുമ്മ വെട്ടുമ്പോൾ മരം ചതയല്ലാതെ ഒരിക്കലും എന്താവില്ല, മുറിയില്ല. ഇതേപോലെ നമ്മുടെ ജീവിതത്തിലും നിങ്ങൾ ആദ്യമായിട്ട് വരുന്ന സമയത്ത് വളരെ ഉത്സാഹം, അല്ലെ? ആദ്യമായിട്ടൊരു സ്ഥലത്ത് വന്നു, യൂണിഫോം ഇട്ടു, ചെയ്യാനൊക്കെ തുടങ്ങുമ്പോൾ ഭയങ്കര ഉത്സാഹത്തോടെ എല്ലാ കാര്യത്തിനും ഓടി നടക്കും, എല്ലാം ചെയ്യും. വൈകുന്നേരം ആകുമ്പോൾ ക്ഷീണാവും, വീട്ടിൽ പോയി കിടക്കും. പിറ്റേ ദിവസം ഉത്സാഹത്തോടെ തന്നെ വരും. അപ്പം നമ്മൾ മറ്റുള്ളവരെ നോക്കാൻ തുടങ്ങും. ആദ്യമുള്ളവരുണ്ടാവുമല്ലോ. അപ്പോൾ ചിലരെന്ത് ചെയ്യുന്നുണ്ടാവും, പല സ്ഥലത്തും നമ്മൾ കടകളിൽ പോകുമ്പോൾ, സിസ്റ്റർ ഇവിടെയും വന്നിട്ടുണ്ട് കേട്ടോ, അപ്പോൾ പറയാം എന്താ വെച്ചാൽ, എന്താ അറിയോ, ഇവിടേക്ക് മടുത്തു എന്ന്, നമുക്ക് ഇരിക്കാൻ പോലും സമ്മതിക്കില്ല ഇവിടെയുള്ളവർ ഞങ്ങളെ. ഒന്ന് ഇരുന്നാൽ അപ്പോഴേക്കും മുതലാളിയുടെ കണ്ണ് അവിടെ വരും, അല്ലെങ്കിൽ മാനേജറെ കണ്ണ് വരും, എന്താ ഇരിക്കുന്നതെന്ന് ചോദിക്കും. അപ്പോൾ ഭയങ്കര ദേഷ്യപ്പെടും. അങ്ങനെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ മനുഷ്യനല്ലേ ഞങ്ങളൊക്കെ, ഇങ്ങനെ നമ്മുടെ മനസ്സ് ഡള്ളാവാൻ തുടങ്ങും, ഉത്സാഹം കുറയാൻ തുടങ്ങും. കാരണം അവരത്രേ ചെയ്യുന്നുള്ളൂ. ആരും ഇപ്പോൾ കാണാത്ത ഭാഗങ്ങളിൽ പോയിട്ട് ഇരുന്നിട്ട്, ഇന്നാണെങ്കിൽ കയ്യിൽ കിട്ടാൻ ഏറ്റവും നല്ല സാധനം, നമുക്ക് ടൈം പാസിനുള്ള സാധനം നമ്മുടെ പോക്കറ്റിലുണ്ടല്ലോ. വർത്താനൊന്നും പറയുണ്ടാവില്ല ആരോടും, ഈ സാധനം പിടിച്ച് ഈ വിരലുകൊണ്ട് തോണ്ടിയിരിക്കുന്നുണ്ടാവും. സമയം പാഴാക്കുക.
അപ്പം ടൈം പാസിന് വേറെ എവിടെയും പോകണ്ട. പക്ഷെ പല കടകളിലും ഇപ്പം നിയമമുണ്ട്, ഫോൺ ഉപയോഗിക്കാൻ പാടില്ല. വന്ന് പഞ്ച് ചെയ്ത് തിരിച്ചു പോകാൻ പഞ്ച് ചെയ്യുന്ന സമയത്തെ ഫോൺ എടുക്കാവൂ എന്ന് പറയുന്ന കടകളും ഉണ്ട്. അങ്ങനെ ആകുമ്പോൾ കൂടുതൽ ഡള്ളാവും. കാരണം നമുക്കൊന്ന് ഈ ഇത്തിരി ടൈം പാസിന് സമയം തരുന്നില്ല, ഇത്തിരി പോലും ഒന്നിനും സമയം തരുന്നില്ല, ഇവർ ഭയങ്കര സ്ട്രിക്റ്റാണ്, നമ്മളെ പിഴിയാണ്, അങ്ങനെയൊക്കെയല്ലേ പറയുക എല്ലാവരും. പക്ഷെ സത്യത്തിൽ നമ്മൾ ആലോചിക്കുക, ആരും ആരെയും പിഴിയല്ല ചെയ്യുന്നത്. നമ്മുടെ മാക്സിമം നമ്മുടെ എനർജി യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഏറ്റവും നന്നായി വളരണമെന്നാണ് ചിന്തിക്കേണ്ടത്. വളരണം, അല്ലാണ്ട് അത് പിഴിച്ചിലൊന്നുമല്ല. സത്യത്തിൽ നമ്മുടെ എനർജി യൂസ് ചെയ്യാനാണല്ലോ നമ്മൾ വരുന്നത്. അപ്പോൾ ആ എനർജി യൂസ് ചെയ്ത് ആ കമ്പനിയെ അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനം ഏറ്റവും നല്ലപോലെ വളർത്തണം എന്നാണ് നമ്മൾ ചിന്തിക്കുക. അപ്പോൾ നമുക്ക് പിഴിയാൻ തോന്നില്ല. നമ്മുടെ വീട്ടിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, രാവും പകലും വർക്ക് ചെയ്ത് കാര്യങ്ങൾ ചെയ്യില്ലേ. അപ്പോൾ ഇത് നമ്മുടെ ഒരു വീട് പോലെ, ഒരു കുടുംബം പോലെ. നിങ്ങൾ അങ്ങനെയല്ലേ, ഒരു സ്ഥാപനത്തിൽ എല്ലാവരും ചേരുമ്പോൾ ഒരു കുടുംബമായിട്ട് തന്നെയാണ്. കുടുംബം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് അറിയോ നിങ്ങൾക്ക്? കൂടുമ്പോൾ ഇമ്പമുള്ളതിനെ കുടുംബം എന്നാണ് പറയുക, അല്ലേ? അപ്പോൾ ഇത് നമ്മുടെ ഗീതാസ് കുടുംബമാണ്. അപ്പോൾ ഗീതാസ് കുടുംബത്തിൽ ഓരോരുത്തരും ഒന്നിച്ച് ചേരുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും താങ്ങും തണലുമായി. ഒരാൾക്ക് എന്തെങ്കിലും കുറച്ച് ക്ഷീണം ഉണ്ടെങ്കിൽ മറ്റാൾ കൂടുതൽ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. അല്ലാതെ കുതികാല് വെട്ടുന്ന സ്വഭാവം, അല്ലെങ്കിൽ കാല് വലിക്കുന്ന സ്വഭാവം, ഇതൊന്നും ഇല്ലാതിരുന്നെങ്കിൽ മാത്രമേ നമ്മൾ കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബമാവുള്ളൂ. പ്രത്യേകിച്ച് നമ്മുടെ ഭാരതത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്. നിങ്ങളൊക്കെ ദൈവത്തിന് പ്രാർത്ഥിക്കുന്നവരല്ലേ? എല്ലാവരും പ്രാർത്ഥിക്കാറുണ്ടോ? ഉണ്ട്, പ്രാർത്ഥിക്കാറുണ്ടോ? പിന്നെയുള്ള സഹോദരങ്ങളെ പ്രാർത്ഥിക്കാറുണ്ടോ? അവരാരും ഒന്നും മിണ്ടുന്നില്ല. ഇവരിപ്പോൾ ഈ വന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാൻ വന്നിരിക്കുക എന്നുള്ള ചിന്തയിൽ. ഞാൻ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാൻ വന്നൊന്നുമല്ല, പ്രാർത്ഥിക്കാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പ്രാർത്ഥിക്കാം. അധികം പേരും പ്രാർത്ഥിക്കുന്നവരാണ്. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ദൈവത്തിന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് കാര്യങ്ങളൊക്കെ നടത്തി തരുന്നുണ്ടോ ഇല്ലയോ? ഉണ്ട്, അല്ലേ? ഉറപ്പല്ലേ? ആണ്. അപ്പോൾ ഈ ദൈവം പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിനെ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം നമുക്ക് നടത്തി തരുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ദൈവം ഒരു സാധാരണയാണോ? ആണോ? നിങ്ങൾക്കറിയോ ഈ ലോകം എന്നുള്ളതിൻ്റെ എത്ര ഭാഗം ഭൂമിയുണ്ട്? എത്ര ഭാഗമുണ്ട് ഭൂമി? 40% മാത്രമേ ഭൂമിയുള്ളൂ, അല്ലേ? ബാക്കി മുഴുവൻ വെള്ളമാണ്. 60% വെള്ളമാണ്. ഈ വെള്ളത്തിൻ്റെ ഈ 40% ഭൂമിയിൽ വാസയോഗ്യമായ എത്ര സ്ഥലം ഉണ്ടാവും? അത് 20%. ബാക്കി ആമസോൺ കാടുകളൊക്കെ കേട്ടിട്ടില്ലേ? അവിടെയൊക്കെ നമുക്ക് താമസിക്കാൻ പറ്റുമോ? ഇല്ല, വാസയോഗ്യമല്ല. പിന്നെ നദികളുണ്ട്, കാടുകളുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ 20% നമ്മുടെ ഭാരതം എന്ന് പറയുന്നത് വളരെ കുറച്ചാണ്, അല്ലേ? ഭാരതം 7 ഭൂഖണ്ഡങ്ങളല്ലേ ഉള്ളത്. അതിലൊന്നാണ് ഏഷ്യ ഭൂഖണ്ഡം, അതിലൊരു ഭാഗമാണ് ഇന്ത്യ, അല്ലേ? ഇന്ത്യയുടെ ഉള്ളിൽ കേരളം എന്നത് ഒരു പഴംപൊരി പോലെ, അല്ലേ? ഇന്ത്യയുടെ മൂലയിൽ ഒരു പഴംപൊരി പോലെയല്ലേ ഉള്ളൂ. അത്ര ചെറിയൊരു കഷ്ണമാണ് കേരളം. ഈ കേരളത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ വയനാട് എന്ന് പറയുന്നത് ഒരു ചെറിയ കഷ്ണം. ആ വയനാടിൻ്റെ ഉള്ളിൽ നമ്മുടെ വീട് എന്ന് പറയുന്നത് 6-7 സെൻറ്റ് സ്ഥലം. ചിലവർക്ക് ഇപ്പോൾ 4 ഏക്കർ 10 ഏക്കറൊക്കെ ഉണ്ടാവുമായിരിക്കും. അത്രയല്ലേ ഉള്ളൂ. അപ്പോഴും ആ 10 ഏക്കർ സ്ഥലത്തും വീടൊന്നും വെക്കില്ലല്ലോ നമ്മൾ. അതിലൊരു സ്ഥലത്ത് വീട് വെച്ചു. ആ വീടിൻ്റെ ഉള്ളിൽ ഒരു മുറിയിൽ നമ്മുടെ കട്ടിലുണ്ട്. ആ കട്ടിൽ മുഴുവൻ കിടന്നുറങ്ങാനുള്ള ആളുണ്ടോ? ഞാൻ ഇല്ല. അപ്പോൾ നോക്കണം, എത്ര ചെറിയൊരു പുഴുവിന് സമാനമേ ഉള്ളൂ നമ്മൾ. ഈശ്വരൻ എന്ന് പറയുന്നത് ഈ ലോകത്തിൻ്റെ മുഴുവൻ അധിപതി. എന്നിട്ട് നിങ്ങൾ അത്രയും ചെറിയ നിസ്സാരമായ നിങ്ങൾ വിളിച്ച് പറയുമ്പോൾ നിങ്ങളുടെ കാര്യം നടത്തി തരുന്നു സർവേശ്വരൻ, ഇല്ലേ? അപ്പം നമ്മളെ ഓരോ കണികേനും ശ്രദ്ധിക്കുന്ന ആളാണ് ആര്? സർവേശ്വരൻ. ആ സർവേശ്വരനെ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമല്ല. നിങ്ങൾ ദിവസം മുഴുവൻ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ പറയുന്നില്ല.
നിങ്ങൾക്ക് ജീവിതത്തിൽ ഉയർച്ച വേണം, വളർച്ച വേണം എന്ന് ആഗ്രഹിക്കുന്നവരാണോ നിങ്ങളൊക്കെ? ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ട്. എന്നാൽ തീർച്ചയായിട്ടും പ്രഭാതത്തിൽ എഴുന്നേൽക്കുക എന്നുള്ളൊരു നല്ല കാര്യം ചെയ്യണം. പ്രഭാതത്തിൽ എഴുന്നേൽക്കുന്ന നിങ്ങളൊക്കെ എഴുന്നേൽക്കുന്നുണ്ടാവും. അമ്മമാർക്ക് തീർച്ചയായും എഴുന്നേറ്റേ പറ്റൂ. കാരണം മക്കൾക്ക് വേണ്ടി ആഹാരം ഒരുക്കണം, ഭർത്താവിന് വേണ്ടി ഒരുക്കി വെക്കണം, വീട് ഒരുക്കണം, അടിച്ചു തുടയ്ക്കണം, അലക്കണം, പണികളൊക്കെ കഴിഞ്ഞിട്ട് വേണം ഓടിപ്പടഞ്ഞ് ഇവിടെ വരാൻ വേണ്ടി, അല്ലേ? ഇവിടെ എത്ര മണിക്ക് എത്തണം? 9 മണിക്ക് എത്തണം. അപ്പോൾ ഇവിടെ ഹോസ്റ്റലിലൊക്കെ ആണെങ്കിൽ ഓടി ഇങ്ങോട്ട് വരികയേ വേണ്ടു. അല്ല, വീടുകളിൽ നിന്ന് വരുന്നവർക്ക് നല്ല തിരക്ക്, നല്ല പണി ഉണ്ടാവും. ബാക്കി ഭായിമാരൊക്കെ 6 മണിക്ക് എഴുന്നേൽക്കുമോ? 6 മണി കാണുന്നവരൊക്കെ ഒന്ന് കൈപ്പൊന്തിച്ച്. ഭായിമാരോട് ചോദിക്കുക, അമ്മമാർ കാണും, എന്തായാലും കണ്ടേ പറ്റൂർക്ക്. 6 മണി കാണാറുണ്ടോ പ്രഭാതം? കണ്ട, വളരെ കുറച്ച് പേരേ ഉള്ളൂ 6 മണി കാണുന്നവർ. 8:30 പോന്നാലും 9 മണിക്ക് ഇവിടെ എത്തും. അപ്പോൾ 8 മണിക്ക് എഴുന്നേറ്റാൽ മതി, അല്ലേ? സത്യമല്ലേ? അതെ, സത്യമാണ്. സത്യത്തിൽ നിങ്ങൾക്ക് വളർച്ച വേണം, ഉയർച്ച വേണം, ഉന്നതി വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? പ്രഭാതത്തിൽ 6 മണിക്കെങ്കിലും എഴുന്നേറ്റിരിക്കണം. 6 മണിക്ക് എഴുന്നേറ്റ് നമ്മൾ തലേദിവസം എത്ര മണിക്ക് കിടക്കും? എത്ര മണിക്ക്? 2 മണിക്കാണോ കിടക്കുക? 2 മണിക്ക്. 2 മണിക്ക് കിടക്കുന്നവരൊക്കെ ഉണ്ട്. എൻ്റെ അടുത്ത് ഒരാൾ വന്നിരുന്നു കൗൺസിലിങ്ങിന്. അയാൾ 2 മണിക്ക് അത്ര ഉറങ്ങുക, 8:30 മണിക്കാണെന്ന് എഴുന്നേൽക്കുക. പക്ഷേ നമ്മൾ 2 മണി വരെ എന്ത് ചെയ്യുന്നു? എന്താ ചെയ്യുന്നത് 2 മണി വരെ? എത്ര മണിക്ക് എഴുന്നേൽക്കുക ബായി? ഈ റോസ് ഷർട്ട് ഇട്ട ആള് എത്ര മണിക്ക് എഴുന്നേൽക്കുക? 7 മണിയാ? 2 മണിക്ക് കിടക്കുക. എന്തിനീ 2 മണിയാവുന്നു? കുട്ടികളുണ്ട്. കുട്ടികൾ ചെറിയ മക്കളാണോ? എന്നാലും 2 മണി വരെ കുട്ടികൾ ഉറങ്ങാണ്ടിരിക്കും. അതെന്തുകൊണ്ട് അത്ര വൈകുന്നത്? ശരി. ചെറിയ മക്കളെന്ന് വെച്ചാൽ എത്ര പ്രായമായി? നമ്മൾ മക്കളെയും നേരത്തെ ഉറക്കാൻ പഠിപ്പിക്കണം. സത്യത്തിൽ മക്കളെയും നേരത്തെ ഉറക്കാൻ പഠിപ്പിക്കണം. പകലുറങ്ങാതെ അവരെ കളിപ്പിക്കാനും ചിരിക്കാനും തമാശകൾക്കും എൻജോയ് ചെയ്യാൻ ടൈം കൊടുത്തിട്ട് രാത്രി ഉറങ്ങാൻ പഠിപ്പിക്കണം. നമ്മൾ രാത്രി ഉറങ്ങാൻ പഠിപ്പിച്ചില്ലെങ്കിൽ നാളെ നിങ്ങൾ കഷ്ടപ്പെടും. നിങ്ങൾക്ക് ജോലി ചെയ്തേ പറ്റൂ. അവരുറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ച് വിടാൻ പറ്റില്ല. അവരെ പഠിപ്പിച്ചേ പറ്റൂ. പഠിപ്പിക്കണേ, കുട്ടികളെ വിളിച്ചേൽപ്പിക്കണ്ടേ? അപ്പോൾ ഇപ്പോഴേ തുടങ്ങണം. ചാരിറ്റി ബിഗൈൻസ് അറ്റ് ഹോം നമ്മൾ പറയും. നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ മക്കളെ ആദ്യം പഠിപ്പിക്കണം. അപ്പോൾ അവർക്ക് നാളെ എവിടെ പോയാലും ബുദ്ധിമുട്ടുണ്ടാകില്ല. കഥകൾ പറഞ്ഞു കൊടുത്ത് നേരത്തെ നിങ്ങൾ അവരുടെ കൂടെ ഉറങ്ങാൻ കിടന്ന് അവരോട് കഥ പറഞ്ഞ് ഉറങ്ങും കുട്ടികൾ. നമ്മളെല്ലായിടത്തും ശ്രദ്ധിക്കുന്നത്, കഥ പറഞ്ഞാൽ കുട്ടികൾ വേഗം ഉറങ്ങും, പാട്ട് പാടിയാൽ വേഗം ഉറങ്ങും. അതേസമയം നിങ്ങൾ മൊബൈൽ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ അവർ മൊബൈൽ നോക്കിക്കൊണ്ട് കിടക്കും. അവർക്ക് ഉറക്കം വരില്ല. ആ മൊബൈലിൽ നിന്നുള്ളത് വലിയൊരു മാനിയാണിപ്പോൾ. നമ്മുടെ കുട്ടികളുടെ ലഹരി എന്ന് പറയുന്നത്, ലഹരി മിഠായിയേക്കാളും മാനിയാണ് എന്ത്? മൊബൈൽ എന്ന ലഹരി. അത് കൊടുക്കാത്തതിനും കുട്ടികൾ തല്ലി തകർക്കുന്നതും കാണുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മുടെ മക്കളെ മാക്സിമം മൊബൈൽ കൊടുക്കാതെ നേരത്തെ ഉറങ്ങാൻ പഠിപ്പിച്ച് നിങ്ങളും നേരത്തെ ഉറങ്ങണം. രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കണം. 6 മണിക്ക് എഴുന്നേൽക്കുക എന്നുള്ളത് ഒരു മുഖ്യ ഘടകമാണ്. കാരണം സൂര്യൻ ഉദിക്കുന്നത് 5 മണിക്ക് ഉദിച്ച് ഉയരാൻ തുടങ്ങും. പക്ഷെ 6 മണിക്കൊക്കെ നമുക്ക് കാണാം, അല്ലേ? 6 മണിക്ക് നിങ്ങൾ എഴുന്നേൽക്കുക. അതിനുശേഷം പിന്നെ എന്ത് ചെയ്യണം? നിങ്ങൾക്കിഷ്ടമുള്ള ഈശ്വരൻ ആരാണോ ആ ഈശ്വരനെ പ്രാർത്ഥിക്കുക. ഈശ്വരൻ ഒന്നേ ഉള്ളൂ. സത്യത്തിൽ കുറേ ഈശ്വരന്മാരൊന്നുമില്ല. പക്ഷെ ഓരോരുത്തരും വ്യത്യസ്തമായ പേരിലാണല്ലോ വിളിക്കുന്നത്. അല്ലാ എന്ന് വിളിക്കുന്നു, യഹോവ എന്ന് പറയുന്നു, ദൈവമേ എന്ന് പറയുന്നു, ഭഗവാനെ എന്ന് പറയുന്നു, അല്ലെ, പല രീതിയിൽ ഈശ്വരനെ. അപ്പം നമ്മൾ വെള്ളം എന്ന് പറയുമ്പോൾ മറ്റുള്ള ഒരു ഇംഗ്ലീഷുകാരൻ്റെ കുട്ടിയോട് പോയിട്ട് വെള്ളം തരാൻ പറഞ്ഞാൽ ആ കുട്ടിക്ക് മനസ്സിലാകുമോ? അല്ല, ആ കുട്ടിയോട് വാട്ടർ എന്ന് തന്നെ പറയണം. അത് ഹിന്ദിക്കാരനാണെങ്കിൽ അത് പാനി എന്ന് പറയണം, തമിഴനാണെങ്കിൽ തണ്ണി എന്ന് പറയണം, കന്നഡക്കാരനാണെങ്കിൽ നീരു എന്ന് പറയണം, തെലുങ്കനാണെങ്കിൽ നീളെന്ന് പറയണം. സാധനം ഒന്നാണ്, അല്ലേ? അതേമാതിരി നിങ്ങൾക്കിഷ്ടമുള്ള രീതിയിൽ ഈശ്വരനെ നിങ്ങൾ എന്ത് ചെയ്യുക? 10 മിനിറ്റ് പ്രാർത്ഥിക്കാം.
10 മിനിറ്റ് സമയം, അല്ലാണ്ട് ഫുൾ മണിക്കൂർ ഇരുന്ന് ഭജിക്കാനൊന്നുമല്ല പറയുന്നത്. ഏത് രീതിയിലാണോ നിങ്ങൾക്കിഷ്ടം ആ രീതിയിൽ 10 മിനിറ്റ് ഈശ്വരനെ പ്രാർത്ഥിച്ചിരിക്കണം. ഒരു ദിവസത്തിൻ്റെ ആരംഭമാണ് നമ്മൾ എഴുന്നേറ്റ ഉടനെ കിട്ടുന്നത്. ആ സമയത്ത് എനർജി നമ്മൾ സമ്പൂർണ്ണമായിട്ടും യൂസ് ചെയ്ത് ഉറങ്ങി നമ്മുടെ വളരെ നല്ല എനർജറ്റിക്കായിട്ട് എഴുന്നേൽക്കുന്ന സമയമാണ്. തലേദിവസം നമ്മൾ കിടക്കുന്നത് ഏത് രീതിയിലായിരിക്കണം? മൊബൈൽ നോക്കി ഉറക്കം വരുന്ന വരെ, അല്ല ചിലർ നെഞ്ചിൽ മൊബൈൽ വെച്ച് അങ്ങനെ ഉറങ്ങിയിട്ടുണ്ടാവും. കാരണം ഉറക്കം വരുന്നില്ല, അതുകൊണ്ട് ഞാൻ മൊബൈൽ ഓരോന്ന് നോക്കി ഉറങ്ങിയതാണ് എന്ന് പറയും. അങ്ങനെ ഉറങ്ങാൻ നമുക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉഷാറാവില്ല. അപ്പം അതിനുള്ള ടിപ്പ് വരുന്നുണ്ട്. അപ്പം നമ്മൾ ഈശ്വരനെ പ്രാർത്ഥിച്ച് അന്നത്തെ ഒരു ദിവസം മുഴുവൻ കഴിഞ്ഞ് വൈകുന്നേരം നമുക്ക് ഉറങ്ങാൻ വീട്ടിൽ കിടക്കും. വീട്ടിലെ പണിയൊക്കെ തീർത്ത് ഓടിപ്പോയി എങ്ങനെയോ ഞാൻ കിടന്നു, വീണോടം വിഷ്ണുലോകം ഉറങ്ങി, അങ്ങനെയല്ലേ പറയുക? അങ്ങനെയല്ലാതെ നിങ്ങളുടെ ഉള്ളിലുള്ള ഈശ്വരനൊരു കത്തെഴുതാൻ, അതായത് ഈശ്വരൻ ആരോ എന്തോ നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ മൈ ഡിയർ എന്നെഴുതിയിട്ട് നിങ്ങളുടെ ഉള്ളിലുള്ള എന്തു കാര്യങ്ങളുണ്ടോ അതെല്ലാം ഈശ്വരന് സമർപ്പിക്കാം. നമ്മൾ വിചാരിക്കും ഞാൻ എല്ലാം പറഞ്ഞിട്ട് കിടക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഈശ്വരൻ അറിയാലോ, എല്ലാം അറിയുന്നവനല്ലേ ഈശ്വരൻ, അങ്ങനെയല്ലേ നമ്മളൊക്കെ വിചാരിച്ചിരിക്കുന്നത്. എല്ലാം അറിയുന്നവനാണ്. പക്ഷേ നമ്മൾ കത്തിലേക്ക്, ഒരു പേപ്പറിലേക്ക് അത് പകർത്തുമ്പോൾ ഇവിടെ ക്ലീൻ ആകും, നമ്മുടെ മൈൻഡ് ക്ലീനായി കിട്ടും. നമ്മൾ ഇവിടെ വെച്ച് പറഞ്ഞാൽ അവിടെ തന്നെ ഇരിക്കും, അത് കൂട്ടിലിട്ട പോലെ പുറത്തേക്ക് കിടക്കില്ല. അതിനാണ് പറയുന്നത് ഒരു പേപ്പറിലേക്ക് എന്ത് ചെയ്യുക, അതിനെ പകർത്തുക. ആരെയും കാണിക്കൊന്നും വേണ്ട. നിങ്ങളുടെ ഭർത്താവിനെ കാണിക്കേണ്ട, ഭാര്യയെ കാണിക്കേണ്ട, അമ്മയെ കാണിക്കേണ്ട, അച്ഛനെ കാണിക്കേണ്ട, മക്കളെ കാണിക്കേണ്ട, ആരെയും കാണിക്കേണ്ട. അതെഴുതി തലേണയുടെ അടിയിലോ ബെഡിൻ്റെ അടിയിലോ വെച്ച് കിടന്നുറങ്ങി രാവിലെ, കാരണം അവിടെ പോസ്റ്റ് ചെയ്യണമല്ലോ, എഴുതിയ കത്ത് പോസ്റ്റ് ചെയ്യണ്ടേ, തലേണയുടെ അടിയിൽ എവിടെയാന്ന് ചോദിച്ച് പോസ്റ്റ് ചെയ്തതിന് ശേഷം ഉറങ്ങിക്കോളൂ. അപ്പോൾ നിങ്ങൾ മൈൻഡ് ഫ്രീ ആയിട്ട് ഉറങ്ങും. എങ്ങനെ നിങ്ങളുടെ മടിയിൽ കൊച്ചു മകനെ കിടത്തി ഉറക്കുന്നോ അതേ ലാഘവത്തോടെ നിങ്ങൾക്ക് ഉറങ്ങാൻ സാധിക്കും. എന്നിട്ട് രാവിലെ എഴുന്നേറ്റ് ഈ കത്ത് അവിടെ സൂക്ഷിച്ചു വെക്കേണ്ട, കത്തിച്ച് കളഞ്ഞേക്കൂ, ആരും കാണണ്ട. നിങ്ങളും ഈശ്വരനും തമ്മിലുള്ള കണക്ഷനാണ്. നമുക്ക് എല്ലാ കാര്യവും എല്ലാവരോടും പറയാൻ പറ്റുമോ? പറ്റില്ല. നമ്മുടെ ഭർത്താവിനോട് പറയുന്നതിന് ലിമിറ്റ് ഉണ്ട്, ഭാര്യയോട് പറയുന്നതിന് ലിമിറ്റ് ഉണ്ട്, അമ്മയോടും അച്ഛനോടും പറയുന്നതിന്, ഫ്രണ്ട്സിനോട് പോലും പറയില്ല. ചിലർ പറയുന്നത് ഞാൻ എൻ്റെ ഫ്രണ്ടിനോടെല്ലാം തുറന്നു പറയുന്ന ആളാണ്. അല്ല, അവിടെയും നമ്മൾ ചില ഭാഗങ്ങൾ സിബിട്ട് വെച്ചിട്ടുണ്ടാകും. ആ സിബിട്ട് വെച്ചത് ആരോട് തുറക്കണം? ഈശ്വരനോട് തുറക്കണം. എന്നിട്ട് അത് ആരെയും കാണിക്കാതെ കത്തിച്ച് കളയാം. എന്നിട്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ ഉറങ്ങുന്ന ആൾക്ക് പിറ്റേ ദിവസം നല്ല ഉത്സാഹത്തോടെ, ഉണർവോടെ, ആരോഗ്യത്തോടെ എഴുന്നേൽക്കാൻ സാധിക്കും. ശാരീരികാരോഗ്യം ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. ചിലപ്പോൾ പനി പിടിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നമുക്ക് തലവേദനയുള്ളവരുണ്ടാകും, ചിലർക്ക് അസിഡിറ്റി പ്രോബ്ലം ഉണ്ടാവും. ഉണ്ടോ ഇല്ലയോ അസിഡിറ്റി പ്രോബ്ലം? അധികം ആളുകളും പറയുന്ന ഒരു പ്രശ്നമാണ് പെപ്റ്റിക് അൾസർ. എനിക്ക് അസിഡിറ്റി പ്രോബ്ലം വരുന്നുണ്ട്. എന്തുകൊണ്ട് അസിഡിറ്റി പ്രോബ്ലം വരുന്നു എന്നുള്ളത് ചോദിച്ചാൽ ചിലർ പറയും പയർ കഴിച്ചിട്ടാണ്, പരിപ്പ് കഴിച്ചിട്ടാണ്, ചേമ്പ് കഴിച്ചാൽ, അല്ലേ, ഉരുളക്കിഴങ്ങ് കഴിച്ചാൽ ഇതൊക്കെ എനിക്ക് എന്ത് വരും? ഗ്യാസ് വരും. ഒരിക്കലുമില്ല. നോർത്ത് ഇന്ത്യക്കാർ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെറുതെ തിന്നും, അവർക്ക് അങ്ങനെ വരുന്നില്ലല്ലോ. അപ്പം നമ്മുടെ മനസ്സ് മൈൻഡ് സെറ്റ് അല്ലാത്തത് കൊണ്ട്, മനസ്സിൽ തോട്ട് പ്യുവർ അല്ലാത്തത് കൊണ്ട്, മനസ്സിൽ ഭയങ്കര ടെൻഷൻ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ആഹാരം കഴിച്ചാലും, പച്ചവെള്ളം കുടിച്ചാലും ഗ്യാസ് വരും. മനസ്സിൻ്റെ സ്ഥിതിയാണത്. അപ്പം മനസ്സിനെ നന്നാക്കണമെങ്കിൽ തീർച്ചയായിട്ടും മാനസിക ഉല്ലാസം അത്യാവശ്യമാണ്. മാനസിക ഉല്ലാസം ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണമെന്നറിയോ? മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാൻ പറയുന്നുണ്ട്. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ കാലും കയറ്റി പത്മാസനത്തിലിരുന്ന് മന്ത്രം ജപിക്കാനല്ല ഉദ്ദേശിക്കുന്നത്. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡ് ഈശ്വരനിലേക്ക് കണക്ട് ചെയ്യാൻ, നമ്മുടെ ഇഷ്ടപ്പെട്ട ഈശ്വരനുമായിട്ട് മൈൻഡിനെ സെറ്റ് ചെയ്യുന്നതിൻ്റെ പേരാണ് മെഡിറ്റേഷൻ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ജോലി ചെയ്യുമ്പോഴും ചെയ്യാം, ആഹാരം ഉണ്ടാക്കുമ്പോഴും ചെയ്യാം, അതല്ല കുളിക്കുകയാണെങ്കിലും ചെയ്യാം. കുളിക്കുമ്പോൾ വേറെ പണിയെടുക്കാൻ പറ്റില്ലല്ലോ. കുളിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സും ബുദ്ധി ആരെടുത്ത് കൊണ്ടുപോവുക?
ഈശ്വരൻ്റെ അടുത്തേക്ക് നമ്മൾ എത്തിക്കുക. ആ ഒരു സമയം നമ്മൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ കുളി തന്നെ നമുക്കൊരു ഉത്സാഹമായി മാറും. കുളി കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ സാധാരണ കുളിക്കുന്നേക്കാൾ ഉത്സാഹത്തോടെ കുളി കഴിഞ്ഞ് പുറത്ത് വരും. വേഗം വേഗം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. നമ്മുടെ വ്യർത്ഥ ചിന്തകൾ ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കും തോറും നമ്മുടെ കാര്യങ്ങൾ നീങ്ങില്ല. ചില ദിവസങ്ങൾ നമുക്ക് പണിയെടുത്താൽ പണി കഴിയില്ല, പറയില്ല ഇത് പണി കഴിയുന്നുമില്ല, മടുത്തു എനിക്ക് എന്നൊക്കെ തോന്നാറില്ലേ? കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മൈൻഡിൽ വ്യർത്ഥമായ ചിന്തകൾ നമ്മളെ മതിക്കുകയാണ്. കാരണം മൈൻഡ് എന്നുള്ളത് നമ്മുടെ ഉള്ളിലുള്ളൊരു ശക്തിയാണ്. പുറത്തുനിന്ന് എവിടെയും വാങ്ങാൻ കിട്ടുന്ന സാധനമൊന്നുമല്ല മൈൻഡ്, അല്ലേ? മൈൻഡ് എന്ന് പറയുന്നത് എൻ്റെ മെമ്മറിയിൽ ഉണ്ട്, പക്ഷെ വരുന്നില്ല, എങ്ങനെയൊക്കെയല്ലേ കുട്ടികളൊക്കെ പറയുന്നത് കണ്ടില്ലേ പരീക്ഷയ്ക്ക്. അപ്പോൾ മൈൻഡ് ഇവിടെ നിന്ന് നമുക്ക് അറിയുന്ന കാര്യമാണ്, നമ്മുടെ ഉള്ളിലുള്ളതാണ്. ആ മൈൻഡിൻ്റെ പ്രവർത്തനമാണ് നമ്മുടെ കയ്യിലുള്ളത്. മൈൻഡിൻ്റെ പ്രവർത്തനം നമ്മുടെ കയ്യിലാണ്. പറയാറില്ല എൻ്റെ മനസ്സ് എൻ്റെ കയ്യിലല്ല, എനിക്ക് എൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ എന്താ അർത്ഥം? എൻ്റെയാണ് മനസ്സ്, എൻ്റെ മനസ്സിനെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അപ്പം എൻ്റെ മനസ്സാണെങ്കിൽ ഞാൻ പറഞ്ഞാൽ അനുസരിക്കണം. അതിനനുസരിപ്പിക്കുന്ന മെത്തേഡാണ് ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്നത്, വേറെ ഒന്നുമല്ല. കാരണം നിങ്ങളുടെ കയ്യിലുള്ള മൊബൈലൊക്കെ ഉണ്ടല്ലോ, എല്ലാവരുടെ കയ്യിലും ഉണ്ടല്ലോ, 2ഉം 3ഉം മൊബൈലുള്ളവരൊക്കെ ഉണ്ട്. അതാണെങ്കിൽ സ്മാർട്ട് ഫോണല്ലേ ഉണ്ടാവുള്ളൂ, ഈ കുഞ്ഞു ഫോൺ ആരുടെ കയ്യിലും ഉണ്ടാവില്ല. സ്മാർട്ട് ഫോൺ വെച്ചിട്ടാണ് എല്ലാവരും ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മെമ്മറിയിൽ അതിൽ വരുന്ന മെസ്സേജുകൾ, ഫേക്ക് മെസ്സേജുകൾ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ അറിയാം, അല്ലേ? ഫോർമാറ്റ് ചെയ്ത് മൊബൈൽ ക്ലീൻ ചെയ്യാൻ അറിയാം. പക്ഷേ ഈ മെമ്മറിയിൽ വരുന്ന വേസ്റ്റ് തോട്ട്സിനെ അല്ലെങ്കിൽ ഫേക്ക് മെസ്സേജിനെ ഡിലീറ്റ് ചെയ്യാൻ നമ്മളാരും പഠിച്ചില്ല. അപ്പോൾ എന്താകുന്നു? നമ്മുടെ മൈൻഡ് ഡസ്റ്റ്ബിന്നായി മാറിക്കൊണ്ടിരിക്കും. ഡസ്റ്റ്ബിന്നിൻ്റെ പ്രത്യേകത എന്താ? അന്നെടുത്ത് കളഞ്ഞില്ലെങ്കിൽ, ഇവിടുത്തെ ഡസ്റ്റ്ബിന്നിൽ തുണിയോ അല്ലെങ്കിൽ വല്ല പേപ്പറൊക്കെ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിക്കാം. നമ്മുടെ വീടുകളിൽ അടുക്കളയിൽ ഡസ്റ്റ്ബിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറമ്പൊന്നും ഇല്ലാത്തവർക്ക് എന്ത് വേണം, ഞങ്ങളെപ്പോലുള്ളവർക്കൊക്കെ ഡസ്റ്റ്ബിന്ന് വെച്ചേ പറ്റും. അത് എന്നിട്ട് എവിടെ ചെയ്യണം? അന്നന്ന് ഒഴിവാക്കണം. ഒഴിവാക്കിയില്ലെങ്കിൽ എന്തുണ്ടാവും? നാറും. അടുക്കളയിൽ കയറി വരുമ്പോൾ എന്തോ ഒരു നാറ്റവിടെ, അല്ലേ? തോന്നാറില്ലേ? സാധനം കളഞ്ഞിട്ടില്ല, പഴയതിരുന്ന് ചീഞ്ഞിട്ടാണ്. അപ്പം നമ്മുടെ മെമ്മറിയിൽ അതേമാതിരി വേസ്റ്റ് നിറച്ച് എന്താകുന്നു? ചീയും. ആ ചെയ്യുന്നതാണ് നമ്മുടെ വാക്കുകളായിട്ട് പുറത്തേക്ക് വമിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ദേഷ്യം ഒന്നും ഉണ്ടാവില്ല, ആരും ഒന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. എന്തെങ്കിലും ഒരാൾ ഇപ്പോൾ ചോദിക്കുമ്പോഴേക്കും അങ്ങോട്ട് ചാടും. ഇതെന്തപ്പം നീ ഇപ്പം ഇത്ര ദേഷ്യപ്പെടുന്നത്? എന്താ ഉണ്ടായത്? എന്താ ഞാൻ ദേഷ്യപ്പെടാൻ പാടില്ലേ? നിങ്ങൾക്ക് മാത്രമേ ദേഷ്യപ്പെടാൻ പറ്റുള്ളൂ, അല്ലേ? ചോദ്യം വന്നു. ഒരു കാരണമില്ലല്ലോ, നീ എന്തിനാ ദേഷ്യപ്പെട്ടെ? കാരണം നമ്മുടെ ഇവിടെ ഡസ്റ്റ്ബിന്നിൽ വേസ്റ്റ് എന്തൊക്കെയോ നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ വേസ്റ്റ് കളയാനുള്ള ഏറ്റവും നല്ല മെത്തേഡിൻ്റെ പേരാണ് മെഡിറ്റേഷൻ, ധ്യാനം. ധ്യാനം മന്ത്രം ഉച്ചരിച്ചു കൊണ്ടല്ല, വളരെ ഈസി ആയിട്ട് സരളമായ രീതിയിൽ ധ്യാനം ചെയ്യാൻ പഠിപ്പിക്കുന്നവരാണ് ബ്രഹ്മകുമാരീസ്. അതിന് മന്ത്രമില്ല, അതുമാതിരി ഒരു ആസനത്തിലിരിക്കേണ്ട, ഇന്ന പീഠത്തിലിരുന്നോളണമെന്നില്ല, ഇന്ന വേഷം ധരിച്ചോളണമെന്നില്ല. അപ്പം ചോദിക്കും, നിങ്ങളൊക്കെ എന്താ വെള്ള വസ്ത്രം ഇട്ട് വന്നിരിക്കുന്നു, അല്ലേ? ഒരു ചോദ്യം വരാം, നിങ്ങളെല്ലാവരും എന്ത് വെള്ള ഇട്ടിട്ടല്ലേ വന്നിരിക്കുന്നത്? അതൊരു യൂണിഫോം. നിങ്ങളൊക്കെ യൂണിഫോം ഇട്ടിട്ടില്ലേ? ഇവിടെ വന്ന ഗീതാസ് കുടുംബത്തിൻ്റെ യൂണിഫോം ഇല്ലേ? അപ്പോൾ വീട്ടിൽ നിന്ന് വരുന്ന വേഷത്തിൽ യൂണിഫോം ഇല്ലാണ്ട് കയറാൻ ജോലിക്ക് നിൽക്കാൻ പറ്റുമോ? ഇതേമാതിരി 24 മണിക്കൂർ സേവകരാണ് ഞങ്ങൾ. ബ്രഹ്മകുമാരീസ് ഈശ്വരി വിശ്വവിദ്യാലയത്തിൻ്റെ 24 മണിക്കൂർ സേവകരാണ്, സൈന്യമാണ്. അപ്പോൾ സൈന്യത്തിന് അതിൻ്റേതായ യൂണിഫോമും ബാഡ്ജും ഒക്കെ ഉണ്ടാവില്ലേ? അപ്പം നിങ്ങൾ ഈ കഴുത്തിൽ മാല തൂക്കിയ പോലെ ഞങ്ങൾ ഞങ്ങളുടെ ബാഡ്ജ് കുത്തി നടക്കുന്നു, ഞങ്ങളുടെ യൂണിഫോമിൽ നടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ യൂണിഫോമിന് അതിൻ്റെ യൂണിഫോം എന്ന് പറഞ്ഞാൽ യൂണിറ്റിയാണ്, ഏകതയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഇന്ന വസ്ത്രം ധരിച്ചാലേ മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുള്ളൂ, ഇന്ന സ്ഥലത്ത് ഇരുന്നെങ്കിലേ മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെയൊന്നും നമ്മൾ പഠിപ്പിക്കുന്നില്ല. റെയിൽവേ സ്റ്റേഷനിലിരുന്ന് മെഡിറ്റേഷൻ ചെയ്യാം, നിങ്ങൾ ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിലിരുന്ന് മെഡിറ്റേഷൻ ചെയ്യാം, ഇവിടെയും ഫ്രീ കിട്ടുന്ന സമയം മെഡിറ്റേഷൻ ചെയ്യാം. ഇരുന്ന് തന്നെ ചെയ്യണം നിർബന്ധമില്ല, നിന്നിട്ടും ചെയ്യാം, നടന്നിട്ടും ചെയ്യാം, കാര്യങ്ങൾ ചെയ്യുമ്പോഴും ചെയ്യാം. പക്ഷെ നമ്മളെ ഉള്ളിൽ ആദ്യം ശുദ്ധീകരിക്കാൻ നമുക്ക് സാധിക്കണം.
അതായത് നമുക്ക് നമ്മൾ പറയാ നമ്മൾ ഒരു കാണുന്ന ഈ ശരീരം എന്നതിനെ നമുക്ക് ശരീരത്തെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട് അല്ലേ? അപ്പം ഞാൻ നിങ്ങളോടൊക്കെ ഒരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങളൊക്കെ ആരാന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ ഉത്തരം പറയാ? രജീന്ദ്രൻ ഭായി അല്ല ഉത്തരം പറയേണ്ടത്, ബാക്കിയുള്ളവരോടാ ചോദിക്കുന്നത്. നിങ്ങൾ ആരാന്ന് ചോദിച്ചാൽ എന്താ പറയാ? പറഞ്ഞോ, കുഴപ്പമില്ല, ആരും ഒന്നും പറയില്ല. നിങ്ങൾ കളിയാക്കുവോ? ഇല്ല. എന്താ പറയാ? പേരെന്താ? ഷിജി. വീട് എവിടെയാ? കേണിച്ചിറ. അച്ഛൻ്റെ പേരെന്താ? സുബ്രഹ്മണ്യൻ. തറവാട്ട് പേരെന്താ? കുത്തിലിക്കാട്ടിൽ. അപ്പം നോക്കണം, അതൊക്കെ പറഞ്ഞില്ലേ? അത് എന്തിൻ്റെ പരിചയ? ഈ ശരീരത്തിൻ്റെ പരിചയമാണ് അല്ലേ? അപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ ഞാൻ എപ്പോഴും പറയാറില്ലേ? അപ്പം ഇനി ഞാൻ കുറച്ച് ചോദ്യം ചോദിക്കാം നിങ്ങളോട്. നിങ്ങൾ എൻ്റെ കൂടെ കൂടുവോ? ഉറപ്പല്ലേ? ഒന്ന് ഉറക്കെ പറഞ്ഞ കൂടാം. ശരി. അപ്പോൾ ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം നിങ്ങൾ പറയണം. നിങ്ങളും കൈ നീട്ടണം. ഈ കൈ ഇങ്ങനെ നീട്ട്, എല്ലാവരും കൈ നീട്ട്. ഇതെന്താ? ആരുടെ കൈ? എൻ്റെ കൈ. ഞാൻ കൈയാണോ? അല്ല. ഇതെന്താ? തല. ആരുടെ തല? എൻ്റെ തല. ഞാൻ തലയാണോ? അല്ല. ഇങ്ങനെ കാണിക്ക്. ഇതെന്താ സാധനം? ശരീരം. ആരുടെ ശരീരം? എൻ്റെ ശരീരം. ഞാൻ ശരീരമാണോ? പിന്നെന്താ? ആണെന്നുള്ളവരും കൈ പൊന്തിച്ച നോക്കട്ടെ. ആണ്. അല്ല എന്നുള്ളവരും കൈ പൊന്തിക്ക്. ഇത് രണ്ടും ഇല്ലാത്തവരൊന്ന് കൈ പൊന്തിക്ക്. പക്ഷെ ശരീരമല്ല, ശരീരം അല്ലാന്നും പറയുന്നില്ല, ആണെന്നും പറയുന്നു. അപ്പം എന്താ നിങ്ങൾ പിന്നെ? ഈ ശരീരമല്ല. നിങ്ങൾ പറയാം എൻ്റെ ശരീരം എന്നല്ലേ പറയാറ്? ഞാൻ ശരീരം എന്ന് എപ്പോഴെങ്കിലും പറയോ? എൻ്റെ ശരീരത്തിന് വേദനിക്കുന്നു, എൻ്റെ തല വേദനിക്കുന്നു, എൻ്റെ കൈ വേദനിക്കുന്നു, എൻ്റെ കാല് വേദനിക്കുന്നു, അങ്ങനെയല്ലേ പറയാ? ഇത് കർച്ചീഫാണ്, എൻ്റെ കർച്ചീഫാണ്, ഞാൻ കർച്ചീഫല്ല. അപ്പോൾ ഈ കർച്ചീഫ് എൻ്റെ ആണെങ്കിൽ ഞാൻ ഇതിൻ്റെ മുതലാളി. ആരാ പറഞ്ഞ മൊയിലാളിന്ന്? അതന്നെ, മൊയിലാളി തന്നെ. ഞാൻ ഇതിൻ്റെ ഉടമസ്ഥനാണ്. അപ്പോൾ ഉടമസ്ഥതയിലുള്ള വസ്തുവിനെ ഞാൻ എൻ്റെ എന്നും ഉടമസ്ഥനെ ഞാനുമെന്നും വിശേഷിപ്പിക്കും. അല്ലേ? അല്ലേ മൊയിലാളി? ആണ്. അപ്പോൾ ഉടമസ്ഥതയിലുള്ള വസ്തുവാണ് എൻ്റെ ശരീരം. അപ്പം ഞാൻ ആര്? ഈ ഞാൻ എന്നത് ഈ ശരീരത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന, ഈ ശരീരത്തിനെ ഏത് സമയത്ത് ഇപ്പോൾ ഒരു കാറിൽ ഡ്രൈവർ ഇരുന്ന് അതിൻ്റെ യഥാസ്ഥാനത്തേക്ക് കാറിനെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത് പോലെ ഞാൻ ഈ ശരീരമാകുന്ന എൻ്റെ വാഹനത്തിനെ, അല്ലെങ്കിൽ എൻ്റെ വസ്ത്രത്തിനെ, അല്ലെങ്കിൽ എൻ്റെ അമ്പലത്തിനെ, അല്ലെങ്കിൽ എൻ്റെ കോവിലിനെ ഞാൻ യഥാസ്ഥാനത്തേക്ക് കൊണ്ടുപോകുന്ന സൂക്ഷ്മ ശക്തിയാണ്. അതിനെ നമുക്ക് പറയാം ആത്മാവ്. ആത്മാവ് എന്ന് പറഞ്ഞാൽ പേടിയുണ്ടോ? കുറേ പേര് പറയും സിസ്റ്ററെ ആത്മാവെന്ന് പറയരുത്, പേടിയാന്ന്. ആത്മാവിനെ എന്തിനാ പേടിക്കുന്നത് നമ്മൾ? ആത്മാവ് നമ്മൾ എന്തെങ്കിലും ചെയ്യുമോ? ആത്മാവില്ലെങ്കിൽ ഈ ശരീരം പ്രവർത്തിക്കില്ലല്ലോ. ആത്മാവില്ല. നമ്മൾ നോക്കിയോളൂ, ജിമ്മിനൊക്കെ പോയിട്ട് 6 പാക്കൊക്കെ ആക്കി വളരെ ആരോഗ്യവാനായി സുന്ദരനായി എന്നൊക്കെ അവാർഡൊക്കെ കിട്ടി പിറ്റേ ദിവസം അയാൾ അറ്റാക്കായി മരിച്ചു കഴിഞ്ഞാൽ ഈ 6 പാക്കുള്ള ശരീരത്തിനെ സൂക്ഷിച്ചു വയ്ക്കുമോ ആരെങ്കിലും? ഇല്ലല്ലോ. അതിനെ കളയാനല്ലേ പറ്റുള്ളൂ, കത്തിക്കാനല്ലേ പറ്റുള്ളൂ. അപ്പം തീർച്ചയായിട്ടും ഈ ശരീരത്തിൻ്റെ വാല്യൂ ഞാനുള്ളപ്പോൾ മാത്രമാണ്. ഞാൻ ഈ ശരീരമെന്ന വസ്ത്രത്തിന് ഉപയോഗിക്കുമ്പോൾ, ഞാൻ ഈ ശരീരമെന്ന വാഹനത്തിന് ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് ഞാൻ മൂല്യമുള്ളതാവുന്നത്, ശരീരവും മൂല്യമുള്ളതാകുന്നത്. ശരീരം വിട്ട് എന്നെ ആർക്കും വേണ്ട, ശരീരത്തിന് ആർക്കും ആവശ്യമില്ല. അപ്പം യഥാർത്ഥത്തിൽ ഈ ശരീരത്തിലിരിക്കുന്ന ആത്മാവിൻ്റെ 3 ഇന്ദ്രിയങ്ങളാണ് മനസ്സ്, ബുദ്ധി, സംസ്കാരം എന്നത്. മനസ്സിൽ ചിന്തകൾ വരുന്നു പറഞ്ഞില്ലേ? ബുദ്ധി നമുക്ക് നിർണ്ണയിക്കുന്നു, വിവേകമാണ് പ്രവർത്തിക്കുന്നത്. തെറ്റായ രീതിയിൽ നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഉടനെ പറയാം, എന്താ നിനക്കെന്താ ബുദ്ധിയില്ലേ, ഒന്ന് മനസ്സിലാക്കി പ്രവർത്തിച്ചൂടെ, അല്ലേ? ബുദ്ധിയില്ലേ, മനസ്സിലാക്കി പ്രവർത്തിച്ചൂടെ എന്ന്. അതായത് ബുദ്ധി പ്രവർത്തിക്കണമെങ്കിൽ മനസ്സ് കൂടെ നിൽക്കണം. എനിക്ക് പ്രവർത്തിക്കാൻ തോന്നില്ല, എൻ്റെ മനസ്സ് എൻ്റെ കൂടെ ഇല്ല, മനസ്സ് എവിടേക്കോ അലയാണ്, അങ്ങനെയല്ലേ പറയുക? അപ്പോൾ മനസ്സിൻ്റെ ചിന്തകളെ വേർതിരിക്കാൻ
ഉള്ള കഴിവുള്ള ആളാണ് ബുദ്ധി. ഈ ബുദ്ധിയും മനസ്സും പ്രവർത്തിക്കുന്നതാണ് സംസ്കാരമായിട്ട് രൂപാന്തരപ്പെടുന്നത്. അതുകൊണ്ടാണ് ഒരു കാര്യം തെറ്റ് നിങ്ങൾ ആവർത്തിച്ച് ചെയ്യരുത് എന്ന് പറയുന്നത്. നമ്മൾ കുട്ടികളൊക്കെ കണ്ടിട്ടില്ലേ, ഒരു കാര്യം തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചീത്ത പറഞ്ഞ സോയി ഉടനെ പറഞ്ഞു. കൊച്ചുമക്കളാണെങ്കിൽ സോറി പറയാൻ അവർക്കൊരു മടിയില്ല. അത് കഴിഞ്ഞ് അപ്പുറത്തെ അപ്പം തന്നെ അത് ചെയ്യും അവർ. കാരണം അവർക്ക് ആ സോറിയുടെ അർത്ഥം പോലും അറിയില്ല. നമ്മൾ അതിനേക്കാൾ മോശമായി, കൊച്ചു കുട്ടികളെക്കാൾ മോശമായിട്ടിരിക്കുകയാണ് ഇപ്പോൾ. സോറിയൊക്കെ പറയും, വീണ്ടും അത് ആവർത്തിക്കും. എന്തിന് സോറി പറയുന്നു? പിന്നെയും അത് ആവർത്തിക്കാതിരിക്കുക. അത് ആവർത്തിക്കും തോറും നമ്മുടെ സ്വഭാവം സംസ്കാരത്തിലേക്ക് ചേഞ്ച് ആവും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യരുത്? തെറ്റായ രീതിയിൽ ചിന്തിക്കാൻ പോലും പാടില്ല എന്നാണ് പറയുന്നത്. നിങ്ങളൊരു കാര്യം ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ വൈബ്രേഷൻ നിങ്ങളുടെ ചുറ്റും ഇങ്ങനെ വലയം ചെയ്തുകൊണ്ടേയിരിക്കും. ആ വലയം ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങളുടെ അടുത്ത് വരുന്ന ആൾക്ക് നിങ്ങളോട് അകൽച്ച ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഒരാളെക്കുറിച്ച് നിങ്ങൾ മുന്നിൽ വരുമ്പോൾ ചിരിച്ച് കാണിക്കുക, പുറത്ത് ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് വരുന്നുണ്ട് പല്ലിറുക്കിയിട്ട് അല്ലേ, ഇങ്ങോട്ട് വരട്ടെ എന്നുള്ള ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അവർക്കത് ശരിക്കും ഫീൽ ചെയ്യും. കാരണം നമ്മുടെ ചുറ്റും ആ ഓറ പവർഫുൾ ആവുകയാണ്. തോട്ട് നമ്മൾ എത്ര ചിന്തിക്കുന്നോ അത് അത്രയും ശക്തിശാലി ആയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നമുക്ക് ഏതൊരാളായിക്കോട്ടെ, എങ്ങനെ ചീത്ത വിളിക്കുന്നവരായിക്കോട്ടെ, അവരെ മുന്നിലും അവർക്കും ആശീർവാദം കൊടുക്കാൻ കഴിയണം. ആശീർവാദം എങ്ങനെ ആശീർവദിക്കും? വാ നിനക്ക് ഞാൻ ആശീർവാദം തരാം. ഇങ്ങനെ ആശീർവദിക്കല്ല, നമ്മുടെ സങ്കല്പം കൊണ്ട് പോലും ഒരാൾക്കും അവർ നേരെയാവില്ല, അവർ നന്നാവില്ല, ഇവരെ കടയൊന്നും നന്നാവാൻ പോകുന്നില്ല അല്ലേ. നമ്മൾ ജീവിക്കുന്ന ഇവിടെ തന്നെ കുടിച്ച് ഇവിടെ ജീവിക്കുന്നവരാണ്. ആ നമ്മുടെ വായിന്ന് തന്നെ പറയാം ഇവരെ കടയൊന്നും നേരെയാവാൻ പോകുന്നില്ല. നേരെയാവോ? നമ്മളും നശിക്കുന്നു, അവരും നശിക്കുന്നു. അപ്പോൾ ആ ശാപം ആർക്കാ വരുന്നത്? നമുക്ക്. നമ്മൾ ഒരാളെ ശപിക്കുമ്പോൾ ആ ശാപം നമ്മുടെ നേരെ തിരിച്ചു വരുന്നു. ബൂമറാങ്ങാണത്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ എന്ത് വിചാരിക്കണം? ഞാൻ എവിടെ വർക്ക് ചെയ്യുന്നോ അവിടെ 100% സക്സസ് ആയിരിക്കണം. ഈ തോട്ട് നിങ്ങൾ രാവിലെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് തന്നെ കസ്റ്റമേഴ്സ് ഓടി വരും. കസ്റ്റമർ വന്നാൽ അതേപോലെ ഉത്സാഹത്തോടെ അവരോട് പെരുമാറുകയും ചെയ്യണം. നമ്മൾ ഒരു കസ്റ്റമർ വരുന്ന എന്തിനു വേണ്ടിയാ? അവരാവശ്യത്തിന് വേണ്ടിയാണ് അല്ലേ. അപ്പോൾ അവരാവശ്യത്തിന് വരുമ്പോൾ ഞാനൊരു സ്ഥലത്ത് പോയപ്പോഴുള്ള സംഭവം പറയുകയാണ്. ഞാനൊരു ചുരിദാർ എടുക്കാനാണ് പോയത്. ഒരു വെള്ള ടോപ്പ് വാങ്ങാൻ പോയി. ചോദിച്ചു, ഒരെണ്ണം എടുത്ത് കാണിച്ചു. കാരണം നമ്മൾ ഈ വേഷധാരി ആയതുകൊണ്ട് ആർക്കും എടുത്തിടാൻ മൈൻഡില്ല. നല്ലോണം എടുത്തൊന്ന് നല്ലത് കാണിച്ചു തരാനുള്ള മൈൻഡ് പോലും അവർക്കില്ല. അപ്പം ഞാൻ പിന്നെയും ചോദിച്ചു, ഇതേ ഉള്ളൂ എന്ന് ചോദിച്ചപ്പോൾ, സിസ്റ്റർക്ക് ഇപ്പം എത്ര എണ്ണം കാണണം? നമ്മളോട് തിരിച്ച് ചോദിച്ച ചോദ്യമാണ്. സിസ്റ്റർക്ക് ഇപ്പം എത്ര എണ്ണം കാണണം? ഞാൻ പറഞ്ഞു, എനിക്കിഷ്ടമുള്ളത് കാണണവരെ കാണണം. നിങ്ങൾക്ക് ജോലി തന്ന് ശമ്പളം തന്ന് നിർത്തുന്നുണ്ടെന്ന് എന്തിനു വേണ്ടിയാണ്? ഞങ്ങൾ വരുമ്പോൾ കാണിച്ചു തരാൻ. എനിക്ക് ഇഷ്ടമുള്ളത് കിട്ടണ വരെ ഞാൻ നിങ്ങളോട് ചോദിച്ചുകൊണ്ടിരിക്കും. ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ പോവുകയും ചെയ്യും. അത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ കടയിൽ ഒരാൾ വരുമ്പോൾ അതെടുത്ത് കൊടുക്കണോ കൊടുക്കണ്ടയോ? ഞങ്ങൾ പലപ്പോഴും പറയും മതി എടുത്തിട്ടത് എന്ന് പറയാറുണ്ട്. അപ്പോൾ ചില കടക്കാർക്ക് പറയാം, അത് ഞങ്ങൾ നിൽക്കുന്ന അതിന് വേണ്ടിയല്ലേ, സിസ്റ്റർക്ക് ഏത് വേണോ അത് എടുത്തോളൂ എന്ന്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം, എൻ്റെ കടയാണിത്, ഇത് ഞാനാണ് വളർത്തേണ്ടത്. ഞാൻ വളർത്തിയാലേ എനിക്ക് വളർച്ചയുള്ളൂ. നാളെ എൻ്റെ ജീവിതം മുന്നേറണമെങ്കിൽ ഇത് വളരണ്ടേ. ചിലർ വിചാരിക്കും ഇതല്ലെങ്കിൽ വേറൊരു കടയുണ്ടല്ലോ. പക്ഷെ എല്ലായിടത്തും ഓടി നടക്കുന്നവർക്ക് വിലയുണ്ടാവില്ല. അതേസമയം ഒരു സ്ഥലത്ത് പിടിച്ചു നിന്ന് സ്ഥിരമായി നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എന്നും അംഗീകാരം ഉണ്ടായിരിക്കും. അപ്പം അതിനു വേണ്ടി ഞാൻ തന്നെ വിചാരിക്കണം. ഞങ്ങൾ ഓരോരുത്തരും വിചാരിച്ചാൽ ഈ വളർച്ച, ഈ ഒരു ഗീതാസ് ഇന്ന് രണ്ടാമത്തെ ഗീതാസ്, അടുത്തത് വേറൊരു ഗീതാസ് വരാം, അതിൻ്റെ അപ്പുറത്ത് വരാം, വലുതാകാം. നമുക്കും അതിൻ്റെ ഉള്ളിൽ വളർച്ച കൂടുതൽ ഉണ്ടാകാം. ഇതിനു വേണ്ടി നമ്മൾ ഓരോരുത്തരും എന്നും പ്രയത്നിക്കണം. വേണോ വേണ്ടയോ എന്ന് ഉറച്ചു പറഞ്ഞു. വേണം. അപ്പം നമ്മൾ ഓരോരുത്തരും പ്രവർത്തിച്ച് തെളിയിക്കാനുള്ള ഡ്യൂട്ടി നമ്മുടെയാണെന്ന് ചിന്തിക്കണം. അപ്പോൾ അതിനുവേണ്ടി മെഡിറ്റേഷൻ, ചെറിയ മെഡിറ്റേഷൻ ഒരു മെത്തേഡ് സിസ്റ്റർ പറഞ്ഞു തരാം. നിങ്ങൾക്ക് എപ്പോൾ വേണേൽ ചെയ്യാം. ഇപ്പം അത് പ്രാക്ടീസ് ചെയ്യാൻ തയ്യാറാണോ? ആണ്. അപ്പം എല്ലാവരും ഒന്ന് നടന്നിരുന്ന് ചിന്താധീനരായ കൈകളൊക്കെ മാറ്റി ഇരുന്നാൽ മതി. എഴുന്നേൽക്കൊന്നും നടന്ന് പറഞ്ഞ് ഇരിക്കുക.
നടുനിവർന്നിരിക്കുക. അതിനോടൊപ്പം തന്നെ ചിന്തകളൊക്കെ ഒഴിവാക്കുക. എന്തായാലും ചിന്തകളൊക്കെ ചിന്തകളില്ലാണ്ടൊന്നുമില്ല മനുഷ്യന്. പക്ഷെ ആ ചിന്തകൾ നമ്മളെന്താക്കരുത്, ചിതയിലേക്ക് എത്തിക്കരുത്. ചിന്ത ഒരു ചിതയായി മാറരുത്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് അലർട്ടായിട്ടിരിക്കുക. എന്നിട്ട് സിസ്റ്റർ പറയുന്ന കാര്യങ്ങൾ ഏറ്റുപറയൊന്നും വേണ്ട, അതൊന്ന് കാണുക. കണ്ണടച്ചോളൂ. എല്ലാവരും ഇന്ന് നമ്മുടെ മെഡിറ്റേഷൻ കണ്ണ് തുറന്നിട്ടാണ്, പക്ഷെ ഇപ്പം നിങ്ങൾ കണ്ണടച്ചോളൂ. സിസ്റ്റർ ഒരു കാര്യം പറയുന്നതിനെ കണ്ടിട്ട് അത് അനുഭവം ചെയ്ത് നോക്കൂ. ഓക്കെ. ഞാൻ എൻ്റെ ഈ ശരീരത്തിൻ്റെ ഇരുപുരികങ്ങൾക്കും മധ്യേ പ്രകാശിച്ചു കൊണ്ടിരിക്കുകയാണ്. സർവേശ്വരനായ പരമാത്മാവിൽ നിന്ന് സർവശക്തികളുടെയും കിരണങ്ങൾ ആത്മാവായ എന്നിലേക്ക് വെള്ളിക്കിരണങ്ങളെപ്പോലെ വർഷിക്കുകയാണ്. എന്നിൽ നിറഞ്ഞ ഈ ശക്തികൾ ഈ സ്ഥാപനം മുഴുവൻ പരക്കുന്നു. ഇതിൽ നിന്ന് പുറത്തേക്കൊഴുകി ലോകം മുഴുവൻ പരന്ന് നിറയുകയാണ്. എൻ്റെ വൈബ്രേഷൻ എൻ്റെ അടുത്ത് വരുന്ന ഓരോ വ്യക്തികളിലേക്കും സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കിരണങ്ങളായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ എൻ്റെ ശിരസിന് മുകളിൽ സർവേശ്വരനെ കണ്ടുകൊണ്ടിരിക്കുന്നു. എൻ്റെ ഇഷ്ടപ്പെട്ട, എൻ്റെ സ്നേഹാദരമായ സർവേശ്വരൻ എനിക്ക് ശക്തി പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ദിവസം മുഴുവൻ ഊർജ്ജസ്വലനായി മുന്നേറാനുള്ള ശക്തി എനിക്ക് തരുകയാണ്. ഞാൻ ആ ശക്തി റിസീവ് ചെയ്ത് എല്ലാവരിലേക്കും പകർത്തി കൊടുക്കുകയാണ്. ഓം ശാന്തി ശാന്തി ശാന്തി. കണ്ണു തുറന്നോളൂ. ഇങ്ങനെ നിങ്ങളൊരു ദിവസത്തിലൊരു പറ്റുന്ന എത്ര സമയം പറ്റുമോ അത്രയും സമയം ആവർത്തിച്ചുകൊണ്ട് ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ശക്തി നിറയ്ക്കാനും നിങ്ങളുടെ അടുത്ത് വരുന്ന ഓരോരുത്തർക്കും അതിൻ്റെ അനുഭൂതി ചെയ്യിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിൻ്റെ ശക്തി കൊടുത്തുകൊണ്ട്, കാരണം ഒരു സ്ഥലത്ത് ജോലി ചെയ്യുമ്പോൾ, ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ വരുന്ന കസ്റ്റമറോട് ചിരിച്ച് സ്നേഹത്തോടെ സംസാരിക്കുമ്പോഴാണല്ലോ വീണ്ടും വീണ്ടും അവർക്ക് വരണമെന്ന് ആഗ്രഹം വരുള്ളൂ. ഇല്ലെങ്കിൽ എന്താ പറയുക, അവിടെ ചെന്ന് അവരുടെ മുഖം കാണാൻ നമുക്കൊന്ന് വേറെ കടയില്ലേ, അങ്ങനെയല്ലേ പറയുക. അപ്പം അതില്ലാതെ നമ്മുടെ അടുത്ത് വരുന്നവർ വീണ്ടും വീണ്ടും ഇവിടെ വന്ന് കയറാൻ നമ്മുടെ വൈബ്രേഷൻ അവർക്ക് ഏറ്റവും ശക്തി നിറച്ചതാക്കാൻ സാധിക്കട്ടെ എന്ന് സർവേശ്വരനോട് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ഓം ശാന്തി.